ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് മാർക്കാണെങ്കിൽ ഒരിടത്തിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവനങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ ചുറ്റിലും നോക്കുമ്പോൾ അത് കുറേ പൂക്കളൊക്കെ നിൽക്കുന്നൊരു പൂന്തോട്ടമായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നോക്കുന്ന സമയത്ത് അവിടെ കുറേ റോസാപ്പൂക്കൾ നിൽപ്പുണ്ട്. അവനതിൽ നിന്ന് ഒരു റോസാപ്പൂ എടുത്ത് മണപ്പിച്ച് നോക്കുന്നുണ്ട്. ആ സമയം അവിടെ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന സ്ഥലം ഫുള്ള് കളർഫുൾ ആവുന്നുണ്ട്. ഇത് ആക്ച്വലി മാർക്കിൻ്റെ സ്വപ്നമായിരുന്നു. അവനാണെങ്കിൽ ആ ഒരു കാര്യം കഴിഞ്ഞതും സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുമുണ്ട്. ഇതേ സമയം ടോങ് അവൻ്റെ തൊട്ടടുത്ത് ഉണർന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് എഴുന്നേൽക്കുമ്പോൾ നീ നന്നായിട്ട് ഉറങ്ങിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ടോങ് ഞാൻ കുളിക്കാനായിട്ട് പോകാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ മാർക്ക് അവനെ വിടാതെ പിടിച്ചു വെച്ചിട്ട് ജസ്റ്റ് കിസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയം ടോങ് മതി നിർത്തിക്കോ, എനിക്ക് കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ മാർക്കിനെയും പിടിച്ച് മാറ്റിയിട്ട് കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയമാണ് ടോങ്കളെ ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ ടോങ്കളയ്ക്ക് കൊടുത്ത ആ ഒരു റൂം അതുവഴിയായിരുന്നു അവൻ പാസ് ചെയ്ത് പോകുന്നത് കുളിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു റൂം കാണുമ്പോൾ ടോങ്കളേനെ അവന് മിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മാർക്കും ടോങ് കൂടെ ആയിട്ട് താരേനെ മീറ്റ് ചെയ്യാൻ വരുന്നതാണ്. ആ ഒരു സമയം താരയാണെങ്കിൽ നിങ്ങളിനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പേടിക്കണ്ട, നഗാനാണെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് എബ്രോഡ് പോയേക്കാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം അവൻ്റെ ശല്യം നിങ്ങൾക്കുണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാർക്കിൻ്റെ അടുത്ത് നമ്മുടെ ഈ എബ്രോഡുള്ള നെറ്റ്വർക്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാർക്ക് ഓക്കെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് താരയാണെങ്കിൽ ടോങ്ങിനോട് മാർക്കിപ്പോൾ നിൻ്റെ ബോഡി ഗാർഡ് മാത്രമല്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ് ശരിയാണ്, അവനെൻ്റെ ബോഡി ഗാർഡല്ല, ഞാനവനും ഡേറ്റിംഗ് ആണ്, എനിക്കിത് നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം താര അതൊക്കെ ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, അവന് നിൻ്റെ അടുത്ത് തോന്നുന്നത് ശരിക്കുള്ള ലവ് ആവാൻ സാധ്യതയില്ല, ആ ഒരു ഗോൾഡൻ ബ്ലഡിൻ്റെ പവർ ആവാനേ സാധ്യതയുള്ളൂ. നിനക്ക് 21 വയസ്സായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗോൾഡൻ ബ്ലഡിനെ പിന്നെ അവന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ആ സമയം അവന് ചിലപ്പോൾ നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഡിസ്റ്റൻസ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അവന് നിൻ്റെ അടുത്ത് തോന്നുന്ന ഈ ഒരു സ്നേഹം അത് ആ ഗോൾഡൻ ബ്ലഡിൻ്റെ ശക്തി മാത്രമാക്കാൻ സാധ്യതയുണ്ട്. ഞാനിതൊക്കെ പറയാൻ കാരണം ഒരിക്കൽ പോലും ഒരു വാമ്പയറും മനുഷ്യനും തമ്മിലുള്ള പ്രണയം ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ മാർക്ക് മരണമില്ലാത്ത ഒരാളാണ്, പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഒരു സമയമാകുമ്പോൾ നീ മരിച്ചു പോവും. എല്ലാം അവസാനിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് മാർക്കായിരിക്കും. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ടോങ് ഞാൻ മാർക്കിൻ്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. താര ഇപ്പോൾ അതായിരിക്കും നല്ലത്, ഇതിപ്പോൾ നഗാൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നീ അവൻ്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാലും നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ടോങ്ങും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മാർക്കും ടോങ്ങും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ടോങ് ആണെങ്കിൽ ഇന്ന് ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാം, ടോങ്ങളായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം മാറ്റാമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എന്തു പറ്റി, നിനക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ടോങ് ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്കാണെങ്കിൽ ഇല്ല ടോങ്, എന്താ സംഭവിച്ചത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ടോങ് ആണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ടോങ്ങളായിട്ടൊന്ന് സംസാരിച്ച് പ്രശ്നമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് ടെൻഷനായി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ ടെൻഷനാവണ്ട, നഗാൻ ഇവിടെ ഇല്ലെന്നും താര പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ടോങ്ങാണെങ്കിൽ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ടോങ്കൾ ഉണ്ടായിരുന്നില്ല. ഇതേസമയം ടോങ്കളേനെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ കോളേജിൽ ബാസ്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റയ്ക്ക്. അങ്ങനെ ടോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടോങ് വന്നിട്ട് എത്ര പ്രാവശ്യം നിന്നെ ഫോൺ ചെയ്യണം, നിനക്കാണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വയ്യേ, കോൾ പോലും എടുക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ടോങ്കളെപ്പോൾ അല്ല നിന്നെ നോക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ നീയാണെങ്കിൽ ഇഷ്ടം പോലെ സീക്രട്ടൊക്കെ ഉള്ള ഒരാളല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കയറി വരുന്നില്ല, ഞാൻ എന്തായാലും പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ അങ്ങനെയും വല്ല കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ടോങ്കളാണെങ്കിൽ പിന്നെ എങ്ങനെയല്ലെന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കിയത്, എന്നാൽ നീ എന്നെ വിട്ടിട്ട് മാർക്കിനെയല്ലേ സെലക്ട് ചെയ്തത്, നീ എപ്പോഴും അങ്ങനെ എന്നെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ് മാർക്ക് എന്നെ ഒന്നും ചെയ്യത്തില്ല, അവൻ ശരിക്കും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്, നീ വിചാരിക്കും പോലെ അവൻ എന്നെ ഉപദ്രവിക്കാൻ ഒന്നും നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ നീ ശരിക്കും പറയുന്നതാണോ എന്നിങ്ങനെ ടോങ്ക ചോദിക്കുന്നുണ്ട്. ടോങ് അപ്പോൾ അതേന്ന് പറയാണ്. അതിനുശേഷം അവർ ഒരിടത്ത് ചെന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയം ടോങ്കളയാണെങ്കിൽ എനിക്ക് നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നേ ആഗ്രഹമുള്ളൂ, വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഡ്രീം ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ, വേണമെങ്കിൽ ഞാൻ സാധിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ്കളയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ബാസ്കറ്റ് മാച്ച് വരുന്നുണ്ട്, ആ മാച്ചിന് ജയിച്ചാൽ 50,000 രൂപ കിട്ടും, എങ്ങനെയും അതിൽ ജയിക്കണമെന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ മാർക്കും ടോങ്ങും ടോങ്കളയും ഡോമും എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ബാസ്കറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണ്. കാരണം തൊട്ടടുത്ത ദിവസമാണ് ഇവർക്ക് ആ ഒരു ബാസ്കറ്റ് മാച്ച് ഉള്ളത്. അപ്പോൾ അതിൽ ഇവർക്ക് ജയിക്കുകയും വേണം, ആ 50,000 രൂപ അടിച്ചെടുക്കുകയും വേണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴും ടോങ് ആണെങ്കിൽ മാർക്കിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു താര പറഞ്ഞതനുസരിച്ച്.
മാർക്ക് ആദ്യമൊന്നും അത് കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ്ങിൻ്റെ കൈയാണെങ്കിൽ അവന് വേദനിക്കുന്നെന്ന് മനസ്സിലായിട്ട് എന്ത് പറ്റി, കൈക്ക് എന്തെങ്കിലും മുറിവ് വല്ലതും പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ് ഇല്ല, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നുണ്ട്. ആ സമയം ടോങ്കളെയും ആ ഒരു മുറിവ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ, ഞാൻ മരുന്ന് വെച്ചേരാമെന്ന് പറഞ്ഞിട്ട് ടോങ്ങിൻ്റെ കൈ പിടിച്ച് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ മാർക്കിന് മനസ്സിലാവുന്നുണ്ട് ടോങ് തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് മാർക്ക് അവിടെ നിന്ന് ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് ടോങ്കളാണെങ്കിൽ എന്ത് പറ്റി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടോങ്ങൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം മാർക്കാണെങ്കിൽ ഫ്രഷ് ആയിട്ടൊക്കെ ഇങ്ങനെ വരുന്ന ടൈമിന് അവിടെ ടോങ് അവനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് വരുമ്പോൾ ടോങ് അവനൊരു ടൊമാറ്റോ ജ്യൂസ് കൊടുത്തിട്ട് ഇത്രയും ദിവസം ഞാൻ എന്തിനാ നീയുമായിട്ട് മിണ്ടാതെ ഡിസ്റ്റൻസ് ഇട്ട് നിന്നേന്ന് നിനക്കറിയണ്ടേ? കാരണം താര എൻ്റെ അടുത്ത് നീയുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ പറഞ്ഞു. നിനക്ക് എൻ്റെ അടുത്തുള്ള ഇഷ്ടം അത് ജസ്റ്റ് ആ ഗോൾഡൻ ബ്ലഡിൻ്റെ പവറാണെന്ന് പറഞ്ഞു എന്ന് പറയാണ്. ആ സമയം മാർക്ക് നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടോങ് എനിക്കറിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ നിന്നെ ഇഷ്ടമാണ്, എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ നീയുമായിട്ട് ബ്രേക്കപ്പ് ആവാനും എനിക്ക് ഇതൊരു താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ എങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ ബ്രേക്കപ്പ് ആവണ്ട, ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നിൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. പിന്നെ നിനക്ക് 21 വയസ്സായി കഴിയുമ്പോൾ നിന്നെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സമയം കഴിയുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കും. അങ്ങനെ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരും ഗോൾഡൻ ബ്ലഡിൻ്റെ പവർ കൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് നിന്നെ അല്ലാതെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരുള്ള പ്രശ്നം അവിടെ നിന്ന് മാറുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോൾ ടോങ്ക്ലയുടെ കൂടെ ഇരുന്ന് ഇവർ ഫുഡ് കഴിക്കുകയാണ്. ടോങ്ക്ലയ്ക്ക് ഇപ്പോൾ മാർക്കിൻ്റെ അടുത്തുള്ള സംശയമൊക്കെ മാറിയിട്ട് മാർക്കിനെ ടോങ്ങിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് അവൻ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്ന ടൈമിന് ടോങ്ക്ല മാർക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ടോങ്ങിനെ പറഞ്ഞു വിട്ടോണ്ടാണ് അവൻ നിൻ്റെ അടുത്ത് ഇന്ന് വന്ന് സംസാരിച്ചതെന്ന്, നിങ്ങളുടെ പ്രശ്നമൊക്കെ സോൾവ് ആയെന്നും, അതുകൊണ്ട് എൻ്റെ അടുത്ത് വേണം താങ്ക്സ് പറയാനൊക്കെ, ഇന്നത്തെ ഫുഡിൻ്റെ പൈസ നീ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ടോങ്ക്ലെ അവരുടെ അടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നവർ താമസിച്ചത് മാർക്കിൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ടോങ്ക്ലയും അവരോട് ഇപ്പോൾ താമസിക്കാൻ വന്നതുകൊണ്ട് തന്നെ ടോങ്ങിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ടോങ്ങും ടോങ്ക്ലയും ഒരു ബെഡിൽ തന്നെയായിരുന്നു കിടന്നത്. ആ സമയം മാർക്കാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ടോങ്ക്ല നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോങ്ങിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ടൈമിന് ടോങ്ങിനെ കിസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. എന്നാൽ ടോങ് ഒന്ന് എഴുന്നേറ്റ് പോക്കെ ടോങ്ക്ല ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് അവൻ ഉറക്കമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ടോങ് അവനെ പറഞ്ഞു വിടാണ്. എന്നാൽ ആക്ച്വലി ടോങ്ക്ല ഉറക്കമല്ലായിരുന്നു. ഇവർ തമ്മിൽ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഇവരാണെങ്കിൽ കോളേജിൽ വന്നിരുന്നിട്ട് എന്തോ ഭയങ്കര കാര്യമായിട്ട് പഠിക്കുന്നതാണ്. എന്നാൽ എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് ടോങ്ക്ലയുടെ തലയിൽ കയറുന്നില്ല. ടോങ്ക്ല അങ്ങനെ ടോങ്ങിൻ്റെ അടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ എനിക്ക് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ടോങ്ക്ലയ്ക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത് നീ ഒന്ന് നിൻ്റെ പവർ വെച്ചിട്ട് ടോങ്ക്ലേനെ ഹെൽപ്പ് ചെയ്യുമോ, നമ്മളൊരു ടീമല്ലേ, അവനാണെങ്കിൽ ജയിച്ചില്ലെങ്കിൽ അവന് നല്ല സങ്കടം വരും, ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എൻ്റെ പവർ അങ്ങനെ വെറുതെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ എനിക്ക് പകരമായിട്ട് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ നിനക്കിപ്പോൾ എന്താ വേണ്ടത്, അതെന്താണെന്ന് വെച്ചാൽ പിന്നെ സംസാരിക്കാം, ഇപ്പം നീ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയം മാർക്കും ആ ഓക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ഫൈനൽ ബാസ്കറ്റ് ബോൾ മാച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ഇന്ന് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഡോമും പ്യൂപ്പയും കൂടെ ആയിട്ട് സ്നാക്സും ഡ്രിങ്ക്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് കാണുന്ന ടോങ്ങും ടോങ്ക്ലയും മാർക്കും കൂടെ ആയിട്ട് അവനെ നോക്കിയ ശേഷം ടോങ്ക്ലയാണെങ്കിൽ ഡോമിൻ്റെ അടുത്ത് നീ എന്തിനാ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചാൽ, നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ ഗെയിം വല്ലതും കളിച്ചുകൊണ്ടിരിക്കാൻ പോവാണോ, ഇനിയിപ്പോൾ നമ്മൾ ഗെയിം കളിച്ച് പെട്ടെന്ന് ജയിച്ച് ഇവിടുന്ന് പോകുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോം ഇത് ഞാൻ വാങ്ങിച്ചതല്ല, നമ്മുടെ സ്പോൺസർ നമുക്ക് വേണ്ടിയിട്ട് തന്നതാ, നമുക്ക് കിട്ടിയ സ്പോൺസർ എന്തായാലും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് നഗാൻ വരുന്നത്. നഗാനെ കാണുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം നഗാൻ എബ്രോഡ് ബിസിനസ്സിന് പോകുന്നതാണല്ലോ താര പറഞ്ഞത്. അങ്ങനെ നഗാനെ കണ്ടുകൊണ്ട് മാർക്ക് നീ എന്താ ഇവിടെ നോക്കുന്നുണ്ട്. ആ സമയം നഗാൻ അത് പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ പരിപാടി കഴിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വന്നു, എനിക്ക് ഈ മാച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ടോങ്ങിന് കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ആ സമയം മാർക്ക് അത് വാങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല ടോങ്ങിന്. ആ സമയം ടോങ്ങാണെങ്കിൽ നഗാൻ്റെ അടുത്ത് ഗെയിം കാണാൻ വന്നതാണെങ്കിൽ മിണ്ടാതിരുന്ന് കണ്ടിട്ട് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. നഗാനപ്പോൾ നിൻ്റെ കോൺഫിഡൻസ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഗെയിം കാണാനായിട്ട് അവിടെ ഉള്ളൊരു ബെഞ്ചിൽ ചെന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്നും എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അത് ടോങ്ക്ലേ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാച്ച് സ്റ്റാർട്ടാവുകയാണ്. കളി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നഗാനാണെങ്കിൽ അവൻ്റെ ഹിപ്നോട്ടൈസിങ് പവർ ടോങ്ക്ലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ടോങ്ക്ല പെട്ടെന്ന് അവിടെ ബോധം പോയി വീഴാണ്. അങ്ങനെ കുറച്ച് നേരത്തേക്ക് കളി നിർത്തി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ടോങ്ക്ലേനെ ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിയുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ ആ പവർ യൂസ് ചെയ്യുന്നത് നിർത്തുന്നുണ്ട്. ആ സമയം ടോങ്ക്ലേക്ക് തിരിച്ച് ബോധവും വരുന്നുണ്ട്. തനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് തന്നെ ബോധം പോയതാണെന്ന് ടോങ്ക്ല പറയുന്നുണ്ട്. ആ സമയം നഗാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുകയാണ്. മാർക്കിനപ്പോൾ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ട് നഗാൻ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവർ ആ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗെയിമിൽ അവർ ജയിക്കുകയും ചെയ്യാണ്. ആ 50,000 രൂപ അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈവനിങ് ആകുമ്പോഴത്തേക്കും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഡോമും പ്യൂപ്പയും പിന്നെ ടോങ്ക്ലയും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർക്കും
ടോങ്ങും പോയില്ല. കാരണം നഗാനിപ്പോൾ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ടോങ്ങിനെ കൊണ്ട് പുറത്തിറങ്ങിയാൽ ശരിയാവത്തില്ല. അങ്ങനെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമിന് വീഡിയോ കോൾ വഴി മാർക്കിൻ്റെ അടുത്തും ടോങ്ങിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാർക്കും ടോങ്ങും ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ഒക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ടോങ് വരുന്ന ടൈമിന് മാർക്കാണെങ്കിൽ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാർക്കിൻ്റെ അടുത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് മാർക്കാണെങ്കിൽ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ കൊടുത്തിട്ട് ഇതിപ്പോൾ കണ്ടുപിടിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മരുന്നാണെന്ന് പറയാണ്. അതായത് ഒരു മരുന്നുണ്ടാക്കാനായിട്ട് ടോങ്ങിൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മരുന്ന് റെഡിയായ കാര്യമാണ് പറയുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് ആര് യൂസ് ചെയ്യുന്നോ അയാൾ പിന്നെ നഗാൻ്റെ ഹിപ്നോട്ടൈസിങ് പവറിൽ കയറത്തില്ല. അതായത് നഗാൻ അയാളുടെ ഹിപ്നോട്ടൈസിങ് പവർ ട്രൈ ചെയ്താൽ അത് നടക്കത്തില്ല. അതുവഴി നഗാനാണെങ്കിൽ ആര് ഹിപ്നോട്ടൈസ് ചെയ്ത് ടോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അത് വർക്കാവത്തില്ല. അങ്ങനെ ടോങ്ങിനാണെങ്കിൽ ആ ഒരു പെർഫ്യൂം കൊടുത്തിട്ട് ഇതൊരാൾക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ, നീ ഇത് ടോങ്ക്ലയ്ക്ക് കൊടുക്കുക. മിക്കവാറും ടോങ്ക്ലൈനെ ആയിരിക്കും നഗാൻ ടാർഗറ്റ് ചെയ്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. ഇതുവരെ ഒരിടത്തും പരീക്ഷിച്ച് നോക്കാനും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർക്ക് അടുത്ത ദിവസം കോളേജിൽ എക്സാമാണ്. അങ്ങനെ കോളേജിലെത്തിയിട്ട് എക്സാം ഹാൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും ടോങ്ങിനും ടോങ്ക്ലയ്ക്കും സെയിം റൂമാണ്, എന്നാൽ മാർക്കിന് വേറെ ആയിരുന്നു. അങ്ങനെ ടോങ്ക്ല ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാർക്കും ടോങ്ങും കൂടെ ആയിട്ട് അവരുടെ എക്സാം ഹാളൊക്കെ നോക്കിയിട്ട് ശരിയാണ് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം, എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മാർക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ടോങ്ക്ലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ആ സമയം ടോങ്ക്ല എത്തുന്നുണ്ട്. ടോങ്ക്ല കറക്റ്റ് ടൈമിൽ എത്തിയത് കാണുമ്പോൾ മാർക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇന്നലെ സെലിബ്രേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ബോധം പോയി കിടപ്പുണ്ടായിരിക്കുമെന്ന്, എന്നാൽ ഈ സമയത്തിന് തന്നെ വന്നല്ലോ എന്ന് പറയാണ്. ആ സമയം ടോങ്ക്ലയാണെങ്കിൽ 2-3 ഡ്രിങ്ക്സ് കുടിച്ചെന്നും പറഞ്ഞിട്ട് അങ്ങനെയും തന്നെ ബോധം പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ടോങ്ങാണെങ്കിൽ ആ ഒരു പെർഫ്യൂം, ആ ഒരു മരുന്ന് അതെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടോങ്ക്ലയുടെ അടുത്തും ഈ ഒരു മരുന്നുണ്ടാക്കുന്ന കാര്യം ടോങ് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ അത് മരുന്നാണെന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ടോങ്ക്ല അത് അവൻ്റെ ദേഹത്ത് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കാരണം നിനക്കൊരു അപകടവും സംഭവിക്കാൻ പാടില്ല, പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി ദൈവമേ എന്ന് പറഞ്ഞിട്ട് ടോങ്ക്ല പ്രാർത്ഥിക്കുന്നുണ്ട്. അതേസമയം തന്നെ നഗാൻ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ടൈമിന് അവൻ്റെ ചെവിയുടെ പുറകിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ടാറ്റ് പോലത്തെ സംഭവം ക്രിയേറ്റ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മരുന്ന് അവൻ്റെ ദേഹത്ത് ഇപ്പോൾ സ്പ്രേ ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ടാറ്റു അങ്ങ് മാങ്ങി പോവുകയാണ്. അതായത് നഗാൻ്റെ ഹിപ്നോട്ടൈസിങ് പവർ ഇനി ഇവൻ്റെ കയ്യിൽ വർക്കാവത്തില്ല, കാരണം ആ മരുന്ന് അവൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം മാങ്ങി പോകുമ്പോഴത്തേക്കും ടോങ്ക്ലയ്ക്ക് എന്തോ തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് നീ എക്സാം ഹാളിലേക്ക് പൊക്കോ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടോങ്ക്ല നേരെ അങ്ങോട്ടേ ചെല്ലാണ്. അങ്ങോട്ടേ ചെല്ലുമ്പോഴത്തേക്കും നഗാൻ അവനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നഗാനെ മനസ്സിലായി തൻ്റെ ഹിപ്നോട്ടൈസിങ് പവറിൽ നിന്ന് ടോങ്ക്ല പുറത്ത് വന്നെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ടായിരുന്നു നഗാൻ അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ നഗാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് തന്നെ ടോങ്ക്ല അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്നാലും നഗാൻ വീണ്ടും ട്രൈ ചെയ്യാണ്. എന്നാൽ അവൻ്റെ ഹിപ്നോട്ടൈസിങ് വർക്കാവുന്നില്ല. അപ്പം തന്നെ നഗാനിന് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് ബാത്റൂമിൽ പോയി ടോങ്ക്ല തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ് ടീച്ചറിൻ്റെ അടുത്ത് അവൻ ഉടനെ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം എഴുതാൻ റെഡിയായിരിക്കുന്നുണ്ട്. എക്സാം സ്റ്റാർട്ടാകുന്ന ടൈമിന് പെട്ടെന്ന് തന്നെ ടോങ് ഇരിക്കുന്ന ആ ഒരു ക്ലാസ് റൂമിലേക്ക് പ്യൂപ്പ ഓടി വന്നിട്ട് ടോങ്ക്ലയാണെങ്കിൽ വന്ന് വീണു. അവൻ്റെ തലയാണെങ്കിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബ്ലഡ് പോയി. അവനിപ്പോൾ മെഡിക്കൽ റൂമിൽ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും ടോങ് ടെൻഷനായിട്ട് വാ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറാണെങ്കിൽ നീ ഇപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറയാണ്. എന്നാൽ ടോങ്ങാണെങ്കിൽ ഞാൻ വീണ്ടും റീടേക്ക് എഴുതിക്കൊള്ളാം, എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്യൂപ്പയുടെ കൂടെ അവിടെ നിന്ന് ചെല്ലാണ്. അങ്ങനെ മെഡിക്കൽ റൂമിൽ എത്തുമ്പോഴത്തേക്കും ടോങ്ക്ലയാണെങ്കിൽ അവിടെ ബോധമില്ലാതെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ബ്ലഡ് പോയെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ബ്ലഡൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അവനൊരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയം കറക്റ്റ് പ്യൂപ്പയാണെങ്കിൽ ടോങ്ങിൻ്റെ കഴുത്തിൽ കൂടി ഒരു തുണി വെച്ച് വലിച്ചിട്ട് അവൻ്റെ ബോധം കെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് പ്യൂപ്പേനെ ഇപ്പോൾ നഗാനാണെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്ത് വച്ചേക്കാണ്. അതേസമയം ഇതൊന്നും അറിയാതെ മാർക്കിരുന്ന് എക്സാം എഴുതുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് ഡോം അവരുടെ ക്ലാസ് റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് ടോങ്ങിനെ അവൾ കൊണ്ടുപോയി എന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ മാർക്കിന് എന്തോ ഡൗട്ട് തോന്നിയിട്ട് ആ ഒരു എക്സാം അവനും എഴുതി നിർത്തിയിട്ട് ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം ഡോം അവനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോമാണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത് പ്യൂപ്പയാണെങ്കിൽ ടോങ്ങിനെ എങ്ങോട്ടോ വലിച്ചുകൊണ്ട് പോയി, എനിക്ക് തടയാൻ പറ്റിയില്ല, വാ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ പെട്ടെന്ന് പോകുന്ന സമയത്താണ് ഡോമിനെയും നഗാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് വച്ചേക്കുവാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പോകുന്ന സമയത്ത് ഡോമാണെങ്കിൽ മാർക്കിനെ ഒരു കത്തി എടുത്തിട്ട് കുത്താനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് ടോങ്ക്ല വരുന്നുണ്ട്. ടോങ്ക്ലയാണെങ്കിൽ നേരത്തെ ബോധം പോയി കിടന്നെങ്കിലും അവൻ്റെ ബോധം ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഡോമിനെ തള്ളിയിട്ട ശേഷം പ്യൂപ്പേനെയും ഡോമിനെയും നഗാനാണെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ടോങ്ങിനെ അതുവഴി കൊണ്ടുവന്ന് ഞാൻ കണ്ടായിരുന്നു, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം പ്യൂപ്പേനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു കോളേജിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവളുടെ ആ ഒരു ഹിപ്നോട്ടൈസിങ് പവർ അവളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതേസമയം നഗാനെ കാണിക്കുമ്പോൾ നഗാൻ പുറത്തൊരിടത്ത് കാറിലിരുന്നിട്ട്
ഒരാളെ കിട്ടിയില്ലെങ്കിൽ വേറൊരാളെ വെച്ചിട്ട് ഞാനിതൊക്കെ ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ബാസ്കറ്റ്ബോൾ മാച്ചിൻ്റെ ഫൈനൽ നടക്കുന്നതിൻ്റെ സമയത്ത് ഡോമിനെയും പ്യൂപ്പേനെയും ആരും അറിയാണ്ട് നഗാനാണെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കഴുത്തിൻ്റെ പുറകിൽ ആ ഒരു ട്രയാങ്കിൾ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവർ ഉപയോഗിച്ചിട്ട് അവൻ ഇത്രയൊക്കെ ഇന്ന് ചെയ്തത്. അതിനുശേഷം കാണിക്കുന്നത് മാർക്കും പിന്നെ ടോങ്കളയും കൂടെ ആയിട്ട് ടോങ്ങിനെ അന്വേഷിച്ച് ഇറങ്ങുന്നതാണ്. ആ സമയം താരേനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ താര അവരുടെ പവർ ഉപയോഗിച്ചിട്ട് ടോങ് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം എനിക്കൊന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ഒഴുങ്ങി കിടക്കുന്ന പള്ളിയൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പിന്നെ ആർക്കും അപകടം പറ്റുന്നുണ്ട്. അയാൾ മരിക്കുമെന്നാണ് തോന്നുന്നത്. ഞാനെന്തായാലും ആ പള്ളിയുടെ ലൊക്കേഷൻ ഒന്നിനൊക്കെ അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഇവർക്ക് നേരെ ഒരു ബൈക്ക് വരുന്നുണ്ട്. അങ്ങനെ വണ്ടി വെട്ടിക്കുന്ന സമയത്ത് നേരെ ഒരു മരത്തിലേക്ക് ചെന്ന് ഇടിക്കുന്നുണ്ട്. ഇതേ സമയം ടോങ്ങിനെ കാണിക്കുമ്പോൾ നഗാനാണെങ്കിൽ താര പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഒഴുങ്ങിയ ആ ഒരു പള്ളിയിലേക്ക് ഇപ്പോൾ അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോങ്ങിന് ബോധം ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ ബോധമില്ലാതെ താഴെ കിടക്കുന്ന സമയത്ത് നഗാനാണെങ്കിൽ ഇനി ഈ ഗോൾഡൻ ബ്ലഡ് ഞാനാ, അത് കുടിക്കാൻ പോകുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും. ഇനി താര എൻ്റെ മുന്നിൽ ഒന്നുമല്ല, കറക്റ്റ് സമയമാവട്ടെ എല്ലാം അങ്ങ് ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ പുറകിലേക്ക് അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വാമ്പയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കിനെയും ടോങ്കളേനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ വണ്ടി അങ്ങ് ചെന്ന് മരത്തിൽ ഇടിച്ചുകൊണ്ട് തന്നെ ടോങ്കളേക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മാർക്കാണെങ്കിൽ അവൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് ടോങ്കളേരെ ആ മുറിവൊക്കെ ഉണക്കുന്നുണ്ട്. എന്നാൽ ടോങ്കളയാണെങ്കിൽ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് ടോങ്ങിൻ്റെ അടുത്തേക്ക് പൊക്കോ, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. വീണ്ടും ടോങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നഗാനും ആ കൂടെ ഉണ്ടായിരുന്ന വാമ്പയേഴ്സും വേറെ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ടോങ്ങിന് ബോധവും വരാണ്. നോക്കുമ്പോൾ അവൻ്റെ കൈ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെ കുപ്പിച്ചില്ലെന്തോ പൊട്ടിക്കിടക്കുന്ന എടുത്തിട്ട് അവനാണെങ്കിൽ ആ കയ്യിൽ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അഴിക്കുന്ന സമയത്ത് ആ ഒരു കുപ്പിച്ചില്ല് കൊണ്ടിട്ട് അവൻ്റെ കൈ മുറിയുകയും ചെയ്യാണ്. ഉടനെ തന്നെ അവൻ്റെ ബ്ലഡിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഉണ്ടായിരുന്ന വാമ്പേഴ്സ് എല്ലാം അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവനവിടെ നിന്ന് ഓടി മറ്റൊരിടത്തുനിന്ന് ഒളിച്ചിരിക്കുകയാണ്. അതേസമയം നഗാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും ഇവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കൈയൊക്കെ കെട്ടിയിട്ട് അവനൊരിടത്ത് കിടത്താണ്. ആ സമയം മറ്റ് വാമ്പയേഴ്സും അവിടെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. ആ സമയം ടോങ് എന്നെ കൊല്ലുവാണെങ്കിൽ അങ്ങോട്ട് കൊന്ന് എൻ്റെ ബ്ലഡ് കുടിക്കാൻ നോക്ക്, എന്താ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നഗാനപ്പോൾ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എനിക്കാണെങ്കിൽ അതിൻ്റേതായൊരു സമയമൊക്കെ ഉണ്ട്, സമയമാവട്ടെ അപ്പോൾ ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് മാർക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാമ്പയേഴ്സൊക്കെ ആയിട്ട് അവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ 2-3 വാമ്പയേഴ്സ് ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവർ മാർക്കിനെ അങ്ങ് പിടിച്ചു വയ്ക്കുകയാണ്. ആ സമയം നഗാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നീയും പെട്ടുപോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ടോങ്കള വന്നിട്ട് നഗാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നഗാനാണെങ്കിൽ അതിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സമയം കൊണ്ട് മാർക്ക് എഴുന്നേറ്റിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് വാമ്പയേഴ്സിനെ അടിച്ചിട്ടിട്ട് നേരെ നഗാനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയം ടോങ്കള ഓടിച്ചെന്ന് ടോങ്ങിൻ്റെ കെട്ടഴിക്കുന്നുണ്ട്. ടോങ്ങിനെ കെട്ടഴിച്ച് വിടുന്ന കണ്ടിട്ട് നഗാൻ ഉടനെ തന്നെ മാർക്കിനെ പിടിച്ച് മാറ്റിയിട്ട് ടോങ്കളേനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവൻ ടോങ്കളേനെ പിടിച്ച് ഉന്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു കമ്പിയിലേക്ക് ടോങ്കള തറച്ച് കയറുന്നുണ്ട്. അതായത് അവൻ്റെ ഹാർട്ടിൻ്റെ ആ ഭാഗം വെച്ചിട്ട് തന്നെ. ആ സമയം ടോങ്ങാണെങ്കിൽ ഇത് കണ്ടിട്ട് ഉടനെ തന്നെ ടോങ്കളയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് അങ്ങോട്ടേക്ക് താര വരുന്നെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന മറ്റ് വാമ്പയേഴ്സും നഗാനും എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ മാർക്ക് ഉടനെ തന്നെ ടോങ്കളയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ടോങ്കളേരെ ആ ഒരു മുറിവ് ഉണക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ പവറാണെങ്കിൽ അങ്ങോട്ട് വർക്കാവുന്നില്ല. ആ സമയം ടോങ്ങാണെങ്കിൽ നീ എൻ്റെ ബ്ലഡ് കുടിച്ചിട്ട് നിൻ്റെ പവർ യൂസ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യും മാർക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ മാർക്കിനാണെങ്കിൽ ടോങ്ങിൻ്റെ ബ്ലഡ് കുടിക്കാൻ താല്പര്യമില്ല. അതേസമയം ടോങ്കളയാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എൻ്റെ ആഗ്രഹം പോലെ എനിക്കാണെങ്കിൽ ആ ബാസ്കറ്റ്ബോൾ മാച്ചിൽ ജയിക്കാനും പറ്റി, നിന്നെ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റി, എനിക്കിനി വേറൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ടോങ്കളയുടെ ബോധം പോകുന്നുണ്ട്. ടോങ് ആണെങ്കിൽ അവിടെ നിന്ന് കരയാനും തുടങ്ങാണ്. ആ സമയം മാർക്ക് ഇത് ചെയ്ത് അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് തന്നെ പറയാണ്. ആ സമയം താര അങ്ങോട്ടേക്ക് കയറി വരുന്നതും കാണുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ബൈ.